എല്ലാവർക്കും നമസ്കാരം. പച്ചവെളിച്ചം ഇപ്പോൾ പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിലാണ് ഉള്ളത്. ശ്രീവത്സം 4 ദിവസത്തേക്ക് ഒരു തിയേറ്ററായിട്ട് പരിണമിക്കുകയാണ്. ഇവിടെ പയ്യന്നൂർ ഓപ്പൺ പ്രൈമിന്റെ നേതൃത്വത്തിൽ ഒരു അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച്, കാഴ്ചകളെക്കുറിച്ച് പച്ചവെളിച്ചം പ്രേക്ഷകരുമായിട്ട് സംവദിക്കുകയാണ്. ഈ 9ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവമാണ് പയ്യന്നൂർ ഓപ്പൺ ഫ്രെയിമിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നത്. അതിന്റെ കാഴ്ചകളിലേക്ക്. എന്താണ് നമ്മുടെ ഫിലിം പയ്യന്നൂർ അന്താരാഷ്ട്ര ഫിലിം സൊസൈറ്റിയുടെ 9ാമത് ചലച്ചിത്രോത്സവമല്ലേ നടക്കുന്നത്? എന്താണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇതിന്റെ മുഖ്യ സംഘാടകനായ പി പ്രേമചന്ദ്രൻ മാഷക്ക് പറയാനുള്ളത്? എന്താണ്? ഒറ്റ മിനിറ്റ്, എന്താ സൗണ്ട് തുറക്കണേ. പ്രിയപ്പെട്ടവരെ, പയ്യന്നൂർ ഓപ്പൺ ഫ്രെയിം ഫിലിം സൊസൈറ്റിയുടെ 9ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവമാണ് നാളെ മുതൽ 4 ദിവസം ഈ പയ്യന്നൂരിലെ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ, എയർ കണ്ടീഷൻഡ് ഓഡിറ്റോറിയത്തിൽ നമ്മൾ നടത്താൻ വേണ്ടി പോകുന്നത്. ഈ ഓഡിറ്റോറിയത്തെ പൂർണ്ണമായിട്ടും നമ്മൾ കാണുന്നത് പോലെ ഒരു തിയേറ്ററാക്കിയിട്ട് ആണ് സംവിധാനം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഫെസ്റ്റിവൽ നടത്തുന്നത്. 20 സിനിമകളാണ് ഈ ഫെസ്റ്റിവലിൽ ഓപ്പൺ ഫ്രെയിം പ്രദർശിപ്പിക്കുന്നത്. അതിൽ 15 സിനിമകളും ലോക സിനിമകളാണ്. 5 സിനിമകളാണ് മലയാളത്തിൽ നിന്നുള്ളത്. ഈ 15 സിനിമകളുടെയും ഒരു പ്രത്യേകത കേരളത്തിൽ തന്നെ എന്ന് പറയാം. ആദ്യമായിട്ട് കേരളത്തിൽ നിരവധി സ്ഥലങ്ങളിൽ, തൃശ്ശൂർ നടക്കുന്നുണ്ട്, അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് സർക്കാർ നടത്തുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവമുണ്ട്. അപ്പോൾ അതിലെല്ലാം പ്രദർശിപ്പിക്കുന്ന സിനിമകൾ തന്നെയാണ് ഇവിടെയും പ്രദർശിപ്പിക്കുന്നതെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഇതെല്ലാം, ഈ ലോക സിനിമകളെല്ലാം മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ മലയാളത്തിലേക്ക് അതിന്റെ സബ് ടൈറ്റിൽ വിവർത്തനം ചെയ്തുകൊണ്ടാണ് ഓപ്പൺ ഫ്രെയിം ഈ ഫിലിം ഫെസ്റ്റിവൽ നടത്തുന്നത്. അതുകൊണ്ട് ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പോലും ഈ സിനിമ ഒരു മലയാള സിനിമ പോലെ ഈ ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ, ആഫ്രിക്കൻ സിനിമകളുണ്ട്, ലാറ്റിൻ അമേരിക്കൻ സിനിമകളുണ്ട്, റഷ്യ, അതുപോലെ നമ്മൾ അറിയാത്ത ചെറിയ ചെറിയ രാജ്യങ്ങളിൽ നിന്ന്, ജോർജിയ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള സിനിമകൾ ഈ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ സിനിമകളെല്ലാം നമ്മുടെ സ്വന്തം സിനിമകൾ എന്ന പോലെ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി കഴിയും. ഈ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ പ്രതിരോധത്തിന്റെ ഭാവനകൾ എന്ന ഒരു പ്രമേയത്തിലൂന്നിയാണ് ഈ വർഷത്തെ നമ്മുടെ ഫെസ്റ്റിവൽ നമ്മൾ നടത്തുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യം ഏകാധിപത്യത്തിന്റെയും അതുപോലെ തന്നെ ഫാസിസത്തിന്റെയും ഒക്കെ മേഖലകളിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. മതേതരത്വവും അതുപോലെ തന്നെ ജനാധിപത്യവും അതുപോലെ തന്നെ നമ്മൾ ഇത്രയും കാലം കൊണ്ടു നടന്ന എല്ലാ മൂല്യങ്ങളെയും ഒരർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് തന്നെ അപകടത്തിലാകുന്ന ഒരവസ്ഥ വരുമ്പോഴാണ് ഈ പറയുന്ന എല്ലാ മനുഷ്യന്റെ എല്ലാ ഭാവനകളെ പോലും നിയന്ത്രിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഭാവനകളെ പ്രതിരോധത്തിനായിട്ട് ഉപയോഗിക്കണം എന്ന് പറയുന്ന ഒരു ആശയത്തിലൂന്നിയിട്ട് ഈ സിനിമ നമ്മൾ ഈ ഫെസ്റ്റിവൽ നടത്തുന്നത്. ആ നിലയിൽ ഇതിനകത്ത് ചിലിയിൽ നിന്നുള്ള സിനിമകൾ വരുന്നു, അതുപോലെ തന്നെ പലസ്തീനിൽ നിന്നുള്ള സിനിമകൾ വരുന്നു. അതെല്ലാം പ്രതിരോധത്തിന്റെയും അതിജീവനത്തിന്റെയും ഗാഥകളാണ് നമ്മോട് പറയുന്നത്. ആ തരത്തിലുള്ള 20 സിനിമകളാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ മേളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്, പയ്യന്നൂർ സ്വദേശിയും ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന ക്യാമറാമാനുമായിട്ടുള്ള KU മോഹനാണ് ഈ ചലച്ചിത്രോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് നമുക്ക് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പയ്യന്നൂരിന്റെ MLA TI മധുസൂദനാണ് മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ഫെസ്റ്റിവൽ ബുക്ക് പ്രകാശനം ചെയ്യുന്നത് സന്തോഷ് കീഴാറ്റൂരിനെ പോലുള്ള ആളുകൾ വരുന്നു. മലയാളത്തിൽ നിന്നുള്ള നിരവധി ചലച്ചിത്ര പ്രവർത്തകർ ഈ 4 ദിവസങ്ങളിലായിട്ട് പയ്യന്നൂർ വരികയും അവരുടെ സിനിമ പ്രദർശിപ്പിക്കുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യും. അതോടൊപ്പം തന്നെ ഫിലിം ക്രിട്ടിക്കുകൾ വരുന്നു, നിരൂപകർ വരുന്നു. അങ്ങനെ പല ആളുകളും വന്ന് ചർച്ചകൾ, സംവാദങ്ങൾ, അതുപോലെ തന്നെ മുഖാമുഖം, ഇതൊക്കെ ഈ ഫെസ്റ്റിവൽ, ഈ സിനിമകൾക്ക് പുറമെ ഇവിടെ നടക്കുന്നുണ്ട്. ഈ മേളയുടെ സമാപനം ഉദ്ഘാടനം ചെയ്യുന്നത് പയ്യന്നൂരിന്റെ മറ്റൊരു തരത്തിലുള്ള അഭിമാനമായിട്ട് ഇപ്പോൾ മാറിയിട്ടുള്ള രതീഷ് ബാലകൃഷ്ണൻ പൊതുവാളാണ്. അദ്ദേഹം ആണ് ഇതിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. മനോജ് ഖാന പങ്കെടുക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിട്ടുള്ള AV ലളിത പങ്കെടുക്കുന്നു. ആ നിലയിൽ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു മേള എന്ന നിലയിലാണ് ഓപ്പൺ ഫ്രെയിമിന്റെ ഈ മേള ഈ കുറി സംഘടിപ്പിക്കുന്നത്. വളരെ വിപുലമായിട്ടുള്ള രജിസ്ട്രേഷൻ ഈ മേളക്ക് ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും നമുക്ക് കൂടുതൽ ആളുകൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഓഡിറ്റോറിയമാണ്. കൂടുതൽ ആളുകൾ നാളെ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും മികച്ച സിനിമകൾ നമ്മുടെ സ്വന്തം ദേശത്ത്, നമുക്ക് ഗോവയിൽ പോകേണ്ട, തിരുവനന്തപുരത്ത് പോകേണ്ട, നമ്മുടെ നാട്ടിൽ, അവിടുന്ന് ആളുകൾ ഇങ്ങോട്ട് വരുന്നു. ആ നിലയിൽ ഒരർത്ഥത്തിൽ ഈ മേള
ഇതിനേക്കാളും ഉജ്ജ്വലമായിട്ടാണ് നടത്തേണ്ടത്. ആളുകൾ തിരുവനന്തപുരത്തും ഗോവയിലും ഒക്കെ പോകുന്നത് പോലെ പയ്യന്നൂർ മേളയ്ക്ക് വേണ്ടിയിട്ട് വരുന്ന ഒരു സംവിധാനം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും പയ്യന്നൂരിനെ ഒരു കേരളത്തിന്റെയും ഇന്ത്യയുടെയും ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്ന ഒരു പ്രവർത്തനം. പയ്യന്നൂരിന് അതിന്റേതായിട്ടുള്ള വലിയ തരത്തിലുള്ള സാംസ്കാരികവും അതുപോലെ രാഷ്ട്രീയവുമായിട്ടുള്ള പ്രബുദ്ധതയുണ്ട്, ഗംഭീരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, ഗംഭീരമായിട്ടുള്ള തനിമയുള്ള ഭക്ഷണ വിഭവങ്ങളുണ്ട്. ഇതിലേക്കൊക്കെ ആളുകൾ ആകർഷിക്കാവുന്ന രീതിയിൽ, ഗംഭീരമായ രീതിയിൽ പയ്യന്നൂരിന്റെ ചലച്ചിത്രമേള എന്ന നിലയിൽ ഇത് ഇന്ത്യയുടെ ഭൂപടത്തിലും കേരളത്തിന്റെ ഭൂപടത്തിലും അടയാളപ്പെടുത്തുന്ന ഒരു കാലമാണ് ഓപ്പൺ ഫ്രെയിമിന്റെ സ്വപ്നം. തീർച്ചയായിട്ടും അത് ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. മുഴുവൻ ആളുകൾ, പയ്യന്നൂരിലെ സാംസ്കാരിക പ്രവർത്തകര്, അതുപോലെ എഴുത്തുകാര്, മുഴുവൻ ആളുകളെയും ഒരു സംഗമ ഭൂമിയായിട്ട് 4 ദിവസം ഈ ശ്രീവത്സം ഓഡിറ്റോറിയം മാറുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാ ആളുകളെയും വളരെ സ്നേഹപൂർവ്വം ഈ മേളയിലേക്ക് വീണ്ടും വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ അധികാരികളുടെ ഒരു പിന്തുണ എത്രത്തോളമാണ് ഈ ഒരു ചലച്ചിത്രോത്സവത്തിനുള്ളത്? തീർച്ചയായിട്ടും പയ്യന്നൂരിൽ വളരെ നേരത്തെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ ഒക്കെ നടക്കേണ്ടുന്ന ഒരു മേളയാണിത്. നമുക്കിപ്പോൾ പയ്യന്നൂർ മുനിസിപ്പാലിറ്റി നടത്തുന്ന സാഹിത്യോത്സവമുണ്ട്. അതേപോലെ തന്നെ അതിനേക്കാളും പ്രാധാന്യത്തോടുകൂടി നടത്തേണ്ടുന്ന ഒരു ഉത്സവമാണ് ഈ ചലച്ചിത്രോത്സവം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. പയ്യന്നൂരിലെ നഗരസഭയുടെ ആസ്ഥാനത്ത് KSFDCയുടെ പുതിയ തിയേറ്ററുകൾ സമുച്ചയം വരികയാണ്. തീർച്ചയായിട്ടും നമ്മൾ അടുത്ത ഫെസ്റ്റിവൽ നമ്മൾ നടത്താൻ നമുക്ക് സൗകര്യപ്പെടുമെങ്കിൽ അവിടെ നടത്തണമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നഗരസഭയുടെ വലിയ പിന്തുണ ഉണ്ടാവണം. ആ നിലയിലുള്ള വലിയ ആലോചനകൾ വരും വർഷങ്ങളിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ തിയേറ്റർ കോംപ്ലക്സ് പറഞ്ഞതുകൊണ്ട് എന്താണ് നിലവിൽ അതിന്റെ ഒരു അവസ്ഥ എന്താണ്? തിയേറ്റർ കോംപ്ലക്സിന്റെ എനിക്ക് തോന്നുന്നത് സർക്കാരിന്റെ അതിന്റെ ഒരു ഭൂമിയുടെ തരംമാറ്റവുമായി ബന്ധപ്പെട്ട ചെറിയ ചില സാങ്കേതിക വിഷയങ്ങളുണ്ട് എന്ന് കേൾക്കുന്ന എനിക്ക് വസ്തുത കൃത്യമായിട്ട് അറിയില്ല. എങ്കിലും അത് പയ്യന്നൂരിനെ സംബന്ധിച്ചിടത്തോളം അത് പൂർത്തിയാവുകയാണെങ്കിൽ ഇത്തരത്തിൽ ഞങ്ങളെല്ലാം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. ഈ തട്ടുപൊളിപ്പൻ സിനിമകൾക്ക് മാത്രമല്ല, യഥാർത്ഥ നല്ല സിനിമകൾക്ക് അത് പ്രദർശിപ്പിക്കാൻ ഉള്ള ഒരു സന്ദർഭമായിട്ട് അത് മാറും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ചലച്ചിത്രോത്സവത്തില് 4 ദിവസമാണല്ലോ ഇവിടെ സംഘടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ 4 ദിവസം എത്ര മണി മുതൽ എത്ര മണി വരെയാണ് സിനിമ? എത്ര സിനിമ ഇവിടെ കാണിക്കുന്നു? അതില് ലോക സിനിമ എത്ര, മലയാള സിനിമ എത്ര? അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് എല്ലാ ദിവസവും രാവിലെ 9 മണിക്കാണ് നമ്മൾ ഫെസ്റ്റിവലിൽ ആദ്യ സിനിമ ആരംഭിക്കുക. അത് മിക്കവാറും ഒരു 10-11 മണിക്കുള്ളിലായിട്ട് ആ സിനിമ ആരംഭിക്കും. ഒരു കാമണിക്കൂറോ അല്ലെങ്കിൽ 10-20 മിനിറ്റോ ഉള്ളൊരു ഗ്യാപ്പ് ഉണ്ടാവും, ഒരു ടീ ബ്രേക്ക് ഉണ്ടാവും, ചായയും അതുപോലെ തന്നെ അതിന് സ്നാക്സും ഒക്കെ ഇവിടെ നമ്മൾ തന്നെ കരുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ 11:30യോടുകൂടി അടുത്ത സിനിമ ആരംഭിക്കും. അല്ലെങ്കിൽ 11:15. സിനിമയുടെ ഡ്യൂറേഷൻ അനുസരിച്ച് നേരിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അത് 1 മണിയോടുകൂടി ആരംഭിക്കും. 1 മണിക്ക് ഉള്ള ഭക്ഷണത്തിന്റെ ഗ്യാപ്പാണ്. ഭക്ഷണം ഞങ്ങൾ ഇവിടെ കരുതിയിട്ടുണ്ട്. ആളുകൾക്ക് ചെറിയ ടോക്കൺ ഇഷ്യൂ ചെയ്തുകൊണ്ട് ഭക്ഷണം നമ്മൾ ഇവിടെ തന്നെ കൊടുക്കും. അത് കഴിഞ്ഞ് 2 മണി 2:15 എന്നൊക്കെ പറയുന്ന സമയത്ത് മൂന്നാമത്തെ സിനിമ ആരംഭിക്കും. ആ സിനിമ ഒരു 4 മണിക്ക് മുമ്പായിട്ട് അവസാനിക്കും. തുടർന്നാണ് ഈ പറയുന്ന നമ്മുടെ ചർച്ചാവേള. 5:30 4ാമത്തെ സിനിമ ആരംഭിക്കും. അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു 7-7:15 ആ സിനിമ അവസാനിക്കും. 7:30 നമ്മളെ ലാസ്റ്റ് സിനിമ ആരംഭിക്കും. അത് ഒരു 8-9 മണിക്കുള്ളിലായിട്ട് അല്ലെങ്കിൽ 9-9:30 എല്ലാ ദിവസത്തെയും ഷെഡ്യൂൾ തീരുന്ന രീതിയിലാണ് നമ്മൾ അത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ 15 സിനിമകൾ കേരളത്തിന് പുറത്തുള്ള സിനിമകളാണ്. ഒരു ഇന്ത്യൻ സിനിമയുണ്ട്. മലയാളത്തിൽ നിന്ന് 5 സിനിമകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ചും പയ്യന്നൂരിന് വളരെ അഭിമാനിക്കാവുന്ന കാര്യം, പയ്യന്നൂരിന്റെ എക്കാലത്തെ മികച്ച നടനായിട്ടുള്ള, ഇപ്പോൾ നിരവധി സിനിമകളിൽ ഗംഭീരമായിട്ടുള്ള അഭിനയം കാഴ്ചവെച്ചിട്ടുള്ള KC കൃഷ്ണാട്ടൻ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള, ഷെറി സംവിധാനം ചെയ്ത് സന്തോഷ് കീഴാറ്റൂർ അഭിനയിച്ചിട്ടുള്ള അവനോവിലോന എന്ന സിനിമ നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് പ്രദർശിപ്പിക്കുകയാണ്. സന്തോഷ് കീഴാറ്റൂർ പങ്കെടുക്കും. KC കൃഷ്ണാട്ടൻ നമ്മൾ ആദരിക്കും. അതുപോലെ തന്നെ കൊക്കാട് നാരായണനെ പോലെയുള്ള നിരവധി ആളുകൾ, നിരവധി ട്രാൻസ്ജെൻഡറുകൾ കൂടി അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ് ഈ അവനോവിലോന. യഥാർത്ഥത്തിൽ ഈ പറയുന്ന നമ്മുടെ സമൂഹത്തിൽ ഒരർത്ഥത്തിൽ അധികവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ഈ പറയുന്ന ട്രാൻസ്ജെൻഡർ സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമാണ് ആ സിനിമ. നാളെ വൈകുന്നേരം 6 മണിക്കായിരിക്കും ഇനോഗ്രൽ ഫിലിം. ചിലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംവിധായകനായിട്ടുള്ള പാട്രിഷ്യോ ഗുഷ്മാന്റെ ഏറ്റവും പുതിയ സിനിമ മൈ ഇമാജിനറി കൺട്രി എന്ന് പറയുന്ന സിനിമയാണ് ഉദ്ഘാടന സിനിമയായിട്ട് നാളെ വൈകുന്നേരം ഒരു 6 മണിയോടുകൂടിയിട്ട് പ്രദർശിപ്പിക്കുക. ഇതിൽ 9ാമതല്ലേ ഇത് ചലച്ചിത്രോത്സവമാണല്ലോ. അതിനു മുമ്പ് നടത്തിയതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണോ ഇപ്പോഴത്തെ? തീർച്ചയായിട്ടും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യസ്തത എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ഓപ്പൺ ഫ്രെയിം പോലെയുള്ള ഒരു ചെറിയ ഒരു സംഘം, ഞങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ട കുറച്ച് പേര് മാത്രമുള്ള സംഘത്തിന് അതിന്റെ പരിമിതി എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ ദിവ്യ പോലെയുള്ള ഒരു കാലത്ത് പൂട്ടിയിടപ്പെട്ട ഒരു തിയേറ്റർ വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ കുറേ വർഷം നമ്മുടെ ഫെസ്റ്റിവലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ തിയേറ്റർ പൂർണ്ണമായി കാട് മൂടിയ ഒരു തിയേറ്റർ
പൂർണ്ണമായിട്ടും ഞങ്ങൾ വൃത്തിയാക്കിയെടുത്തിട്ടാണ് 3, 4, 5 ഫെസ്റ്റിവലുകൾ നമ്മളവിടെ നടത്തിയത്. ഇന്ന് ആ തിയേറ്ററിൽ അത്രയും ശോചനീയമായ സ്ഥിതിക്ക് നമുക്ക് അവിടെ ആളുകളൊരു സെക്യൂരിറ്റി ഉറപ്പുവരുത്തിക്കൊണ്ട് ചെയ്യാൻ കഴിയില്ല. പിന്നെ ഞങ്ങൾ പ്ലാത്രയിലേക്ക് പോയിട്ട് പ്ലാത്ര സംഘത്തിൽ നടത്തി. അങ്ങനെ നടത്തുമ്പോഴാണ് ഈ തിയേറ്ററിന്റെ ഈ ശ്രീവത്സത്തിന്റെ ഉടമയായിട്ട് നമ്മൾ സംസാരിക്കുന്നത്. അദ്ദേഹം വളരെ റീസണബിൾ ആയിട്ട് നമുക്കത് ചെയ്യാം. അദ്ദേഹം ഒരു കലാകാരൻ കൂടി ആയതുകൊണ്ട് രാഹുൽ എന്ന് പറയുന്ന ഇതിന്റെ ഉടമ നമ്മോട് സഹകരിക്കുകയും പരമാവധി നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന നിലയിൽ ആലോചിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വർഷം വന്ന് ആ നിലയിൽ എന്തായാലും തീർച്ചയായിട്ടും ഇതിപ്പോൾ ഒരു മണിക്കൂർ AC റൺ ചെയ്യണം തന്നെ വലിയൊരു പൈസ തീർച്ചയായിട്ടും ആവശ്യമായിട്ട് വരും. അപ്പോൾ ആ നിലയിൽ ഇതിന്റെ ഒരു ഹൈറ്റ് വർദ്ധിക്കുകയാണ്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു നിലയിലേക്ക് പോവുകയാണ് ഈ നമ്മുടെ ഓപ്പൺ ഫ്രെയിം ഫെസ്റ്റിവൽ. അതിന്റെ ഒരു വലിയ ഗൗരവത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ 10ാമത് ചലച്ചിത്രോത്സവം എല്ലാ വർഷവും നടത്തുന്നതാണല്ലോ അല്ലെ? ഇതിനേക്കാൾ ഗംഭീരമായി നമ്മുടെ നാടിന്റെ മുഴുവൻ സഹായത്തോടുകൂടി നമ്മുടെ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ പിന്തുണയോട് കൂടിയിട്ട് വലിയ രീതിയിൽ നടത്തണം എന്നാണോ? നടത്തണം, തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു അടുത്ത ഫെസ്റ്റിവൽ ആകുമ്പോഴേക്കും മുനിസിപ്പാലിറ്റിയും അതുപോലെ പയ്യന്നൂരിലെ സ്വകാര്യ സംരംഭകരും എല്ലാം തന്നെ സഹായിച്ചുകൊണ്ട് ഒറിജിനൽ ഫിലിംസ് ആളുകൾ വരുന്നു, വിദേശത്തു നിന്നൊക്കെ പ്രതിനിധികൾ വരുന്നു, വലിയ രീതിയിൽ ഇന്ററാക്ഷൻ നടക്കുന്നു. 2 തിയേറ്ററിലോ 3 തിയേറ്ററിലോ ഒരേ സമയം മേള നടക്കുന്നു. നമുക്കിപ്പോൾ 20 സിനിമക്കോ 60 സിനിമയോ 80 സിനിമയോ കാണിക്കുന്നു. ആ നിലയിൽ ഒരുപാട് കേരളത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും ആളുകൾ വരുന്നു. അങ്ങനെ ഇപ്പോൾ നമ്മളൊരു 4 ലക്ഷം രൂപയുടെ ഒരു ബജറ്റിലാണ് ഇത് തയ്യാറാക്കുന്നത്. ഒരു 40 ലക്ഷം രൂപക്ക് ചെയ്യാവുന്ന, അല്ലെങ്കിൽ ചലച്ചിത്ര അക്കാദമി 6 കോടി രൂപയുടെ ഒരു ഫിലിം ഫെസ്റ്റിവലാണ് നടത്തുന്നത്. നമുക്ക് അത്രയും ഇല്ലെങ്കിൽ പോലും നമുക്ക് ആ നിലയിൽ ഇതിനെ ഉയർത്തിക്കൊണ്ട് ചെയ്യാൻ വേണ്ടി കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും കഴിയും. അല്ല, ഇതുമായി നാളെ ഇവിടെ നിന്നെല്ലാം ആളുകളാണ് ഇപ്പം ഓൾറെഡി ഇന്ന് തന്നെ പയ്യന്നൂരത്തെ നമ്മുടെ സുഹൃത്തുക്കൾ വന്നിട്ട് ഇവിടെ ഒക്കുപ്പയുണ്ട്, സ്വസ്തികത്തിൽ ആളുകൾ താമസിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഓറയിൽ താമസിക്കുന്നുണ്ട്. നാളെ മുതൽ കുറെ ആളുകൾ കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകൾ ഈ മേളയിൽ പങ്കെടുക്കാനായിട്ട് ഈ പയ്യന്നൂരേക്ക് വരുന്നുണ്ട്. ഒരു സമാന്തര സിനിമയുടെ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു സുഹൃത്താണ് പി പ്രേമചന്ദ്രൻ. എന്റെ അടുത്ത സുഹൃത്താണ്. എന്റെ സുഹൃത്തിന്റെ എല്ലാ ഇത്തരം ശക്തമായ പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും അറിയിക്കുന്നു. പച്ചവെളിച്ചത്തിന് പിന്തുണ അറിയിക്കുന്നു. പച്ചവെളിച്ചത്തിനോട് ഏറെ നൊട്ടി നിൽക്കുന്ന അതിന്റെ ഒരു വളർച്ചയിലും സഹായകരമായ നിലപാട് സ്വീകരിക്കുന്ന ഒരാളാണ് പി പ്രേമചന്ദ്രൻ എന്ന ഒരു സന്തോഷം ഇവിടെ എല്ലാ ആശംസകളും, ഇതിന്റെ വിജയത്തിന് ആവശ്യമായ എല്ലാ ആശംസകളും നൽകുന്നു, എല്ലാ പിന്തുണയും നൽകുന്നു. ഓക്കെ, സന്തോഷം, വളരെ സന്തോഷം. പച്ചവെളിച്ചത്തിൽ എല്ലാ പ്രേക്ഷകരും പരമാവധി പ്രേക്ഷകർ ഈ മേളയിലേക്ക് വന്നു പോകണം എന്നാണ് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കാനുള്ളത്. സന്തോഷം.